Decoding Budget, co-sponsored by Petra, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. നമസ്കാരം. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ്. കേരളത്തിന്റെ മുഖം മാറുന്നു എന്ന പ്രതീതിയാണ് വി.ഡി. സതീശന്റെ ബജറ്റ് നൽകുന്നത്. കേരളത്തിലെ ബജറ്റ് അവതരിപ്പിക്കുന്ന 4ാമത്തെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ് ഇതോടെ വി.ഡി. സതീശൻ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വെല്ലുവിളികളും കേന്ദ്ര വിഹിതത്തിലെ കുറവും തുറന്നു പറഞ്ഞുകൊണ്ട് വികസനവും ക്ഷേമവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രഖ്യാപനവുമായി കേരള ബജറ്റ് 2026. ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ചാണ് ബജറ്റ് പ്രസംഗം ആരംഭിച്ചത്. കിഫ്ബിയെ ശക്തമായി വിമർശിക്കുകയും കിഫ്ബി പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ട ബാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. മാരിടൈം സമ്പദ്വ്യവസ്ഥയും പോർട്ട് അധിഷ്ഠിത വികസനവും മുൻനിർത്തി മിഷൻ സമുദ്ര, ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി, വിഴിഞ്ഞം റെയിൽ കണക്ടിവിറ്റി, വിമാനത്താവള വികസനം തുടങ്ങി വൻ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകി. വികസന പദ്ധതികൾക്കൊപ്പം സാമൂഹിക സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വലിയ പ്രാധാന്യം നൽകി കേരള ബജറ്റ്. സ്ത്രീ ശാക്തീകരണത്തിനായി 600 കോടി രൂപയുടെ പ്രിയദർശിനി പദ്ധതി പ്രഖ്യാപിച്ച സർക്കാർ ആരോഗ്യരംഗത്ത് നിർണായക ചുവടുവയ്പായി ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും അവതരിപ്പിച്ചു. ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയാണ് വകയിരുത്തിയത്. അതോടൊപ്പം വയോജന ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നതും കെയർ ഗിവർ പദ്ധതിയിലൂടെ പരിശീലനം നേടിയ പരിചരണ പ്രവർത്തകരെ സജ്ജമാക്കുന്നതുമാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ. ഉയരുന്ന ചികിത്സാ ചെലവുകൾക്കും വയോധിക ജനസംഖ്യയുടെ വർധനവിനും പരിഹാരം കാണുന്നതോടൊപ്പം സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ ക്ഷേമമുഖം കൂടുതൽ ശക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളായാണ് ബജറ്റിലെ ഈ പദ്ധതികൾ വിലയിരുത്തപ്പെടുന്നത്. ഈ ബജറ്റ് കേരളത്തിന്റെ ഭാവി വികസന മാതൃകയ്ക്ക് പുതിയ ദിശ നിർണ്ണയിക്കുമോ എന്നതാണ് ഇനി ശ്രദ്ധേയമാകുന്നത്. ഡീകോഡിംഗ് ബജറ്റ് എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി.ഡി. സതീശൻ നിയമസഭയിൽ ബജറ്റ് പ്രഖ്യാപനം നടത്തുകയാണ്. വാഹന നികുതി ഇളവ് ലഭിക്കുന്ന വാഹനത്തിന്റെ മൂല്യപരിധി നിലവിലുള്ള 7 ലക്ഷം രൂപയിൽ നിന്നും 15 ലക്ഷം രൂപയാക്കി ഉയർത്തും. 50% പിഴ മാത്രം അടച്ച് ഈ ചെല്ലാനുകൾ തീർപ്പാക്കുന്നതിനായി ഈ ചെല്ലാൻ ആംനസ്റ്റി പദ്ധതി നടപ്പിലാക്കുന്നതാണ്. രജിസ്ട്രേഷൻ വകുപ്പ് 1986 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഏകദേശം 703 കോടി രൂപയുടെ കുടിശ്ശിക മുദ്രവിലയുമായി ബന്ധപ്പെട്ട 1,46,355 മുദ്രവില അണ്ടർ വാല്യുവേഷൻ കേസുകൾ നിലവിലുണ്ട്. ഈ സാഹചര്യം ഇത്തരം കേസുകളുടെ തീർപ്പാക്കലിനും കുടിശ്ശിക പിരിവിനുമായി നിലവിലുള്ള സംവിധാനത്തിൽ പരിഷ്കാരം അനിവാര്യമാണ് എന്ന് വ്യക്തമാക്കുന്നു. തീർപ്പാകാതെ അവശേഷിക്കുന്ന മുദ്രവില അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായും സർക്കാർ വരുമാന സമാഹരണം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇളവുകളോടുകൂടിയ ഒരൊറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി വൺ ടൈം സെറ്റിൽമെന്റ് സ്കീം നടപ്പാക്കുന്നതാണ്. 2010 മാർച്ച് 31 വരെയുള്ള കാലയളവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തീർക്കാതെ കിടക്കുന്ന അണ്ടർ വാല്യുവേഷൻ കേസുകളിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ചെറുകിട ബാധ്യതകൾ അവസാനിപ്പിക്കുന്നതിനായി അന്തിമ ഉത്തരവ് പ്രകാരം നിർണയിക്കപ്പെട്ട അധിക മുദ്രവില 10,000-ൽ താഴെയായി കേസുകളിലെ ബാധ്യത ഒറ്റത്തവണ നടപടിയായി എഴുതിത്തള്ളുന്നതാണ്. ഈ നടപടിയിലൂടെ ഉയർന്ന മൂല്യമുള്ള വരുമാന ശേഖരണ നടപടികളിൽ സർക്കാരിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിലവിൽ അർഹതയുള്ള ഫ്ളാറ്റുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും അനുവദിച്ചിട്ടുള്ള 4% മുദ്രവില നിരക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി (KRERA) രജിസ്റ്റർ ചെയ്ത എല്ലാ വില്ലകൾക്കും ബാധകമാക്കുന്നതാണ്.
സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരം ലഭ്യമായ എല്ലാ അപ്പീൽ പരിഹാര മാർഗങ്ങളും പൂർത്തിയായ ശേഷവും അണ്ടർ വാല്യുവേഷൻ കേസിൽ നിർണയിക്കപ്പെട്ട അധിക മുദ്രവില അന്തിമ ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനകം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം കുടിശ്ശിക തുകയിന്മേൽ യഥാർത്ഥ അടവ് തീയതി വരെ പ്രതിമാസം 1% നിരക്കിൽ പലിശ ഈടാക്കുന്ന. സാർ, ഉപസംഹാരം. സാർ, വികസനം എന്നത് കേവലം പശ്ചാത്തല സൗകര്യ വികസനമല്ല, മറിച്ച് ജനങ്ങളോടുള്ള കരുതലും അവർക്കായുള്ള ക്ഷേമപ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം എന്നതാണ് ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. സാർ, 2026-27 പുതുക്കിയ ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു വെരി മച്ച്. ബജറ്റ് പ്രസംഗത്തിൻ്റെ കോപ്പി ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും മാധ്യമ പ്രതിനിധികൾക്കും ഇപ്പോൾ തന്നെ വിതരണം ചെയ്യുന്നതാണ്. എന്തായാലും ബജറ്റ് പ്രസംഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും വിവേക് കീർത്തി ചേരുകയാണ്. വിവേക്, വിദ്യ വായനാ ദിനത്തിൽ വി ഡി സതീശൻ തൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കന്നി ബജറ്റ് അദ്ദേഹം പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെയധികം പ്രതീക്ഷയോടെയാണ് അദ്ദേഹത്തിൻ്റെ ബജറ്റിനെ കേരളം ഉറ്റുനോക്കിയത്. എന്തായാലും വളരെ ധവളപത്രത്തിലെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ബജറ്റ് പ്രസംഗം തന്നെ നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന നമ്മൾ നോക്കുകയാണെങ്കിൽ കിഫ്ബി പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി വരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആധുനികവും നൂതനവുമായ മാർഗങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കും. വരുന്ന 5 വർഷങ്ങളെ നോക്കിക്കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ബജറ്റ് അവതരണം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സമുദ്ര മേഖലയ്ക്ക് വലിയൊരു പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 400 കോടിയുടെ പദ്ധതിയാണ് സമുദ്ര മേഖലയിൽ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. മദർഷിപ്പ് നിർമ്മാണം ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രങ്ങളും നടപ്പാക്കും. ഇത്തരം തൊഴിൽ കേന്ദ്രങ്ങളിൽ തീരദേശത്തുള്ളവർക്ക് തൊഴിൽ സംവരണവും നടപ്പാക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ബജറ്റിൽ പറയുന്നു. അതോടെ കേരള മാരിടൈം പോളിസി രൂപീകരിക്കും. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ സതേൺ കേരള എക്കിഡോർ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ കൊച്ചി വിമാനത്താവളത്തിൽ ഗ്ലോബൽ കൺവെൻഷൻ സെൻറ്റർ ഡാറ്റ അധിഷ്ഠിത ഇൻവെസ്റ്റ് കേരളം എന്ന പ്രത്യേക സെല്ലും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി കൗൺസിൽ രൂപീകരിക്കുമെന്നും ബജറ്റിൽ പറയുന്നു. കൂടാതെ തന്നെ രോഗികളായ അർഹരായ ഗുണഭോക്താക്കൾക്ക് സഹായം നൽകാനും അതിനുവേണ്ടി വൺ കേരള കരുതൽ മിഷൻ പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ഇൻഷുറൻസും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇതിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ ഒപ്പം തന്നെ 10,000 SMEകൾ ആരംഭിക്കുന്നു. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ രൂപീകരിക്കുന്നു ബജറ്റിൽ പറയുന്നു. അതോടൊപ്പം ബഹിരാകാശ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും. ഇതിനായി 5 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കേട്ട ഒരു പരാതിയാണ് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ യുവാക്കൾ നാട് വിട്ട് പോകുന്നു എന്നൊക്കെ. അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ കേരള നോളജ് വാലി എന്നൊരു പദ്ധതി വരികയാണ്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കും. പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ മുൻനിരയിലുള്ള വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ആകർഷിക്കാനും ഈ പദ്ധതി പറയുന്നു. മുൻനിര സ്ഥാപനങ്ങളുമായി ഇതിന് സഹകരിക്കും. വിദ്യാർത്ഥികൾ കേരളത്തിൽ തന്നെ ലോകോത്തര അവസരം കണ്ടെത്താൻ ഒരവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇതിനായി സ്വകാര്യ സർവകലാശാല ബില്ലിൽ മാറ്റം വരുത്തുകയും ചെയ്യും. പദ്ധതിക്കായി ഒരു 100 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. അതോടൊപ്പം വയനാട് ട്രൈബൽ സർവകലാശാലയ്ക്ക് 50 കോടി രൂപയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിന് 200 കോടിയും പദ്ധതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും രാജ്യത്തെ പ്രമുഖ ഗവേഷണ വ്യവസായ സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തി ഒരു റിസർച്ച് പാർക്കും ഇതിനോടൊപ്പം ഉണ്ടാകും. അതോടൊപ്പം അങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങൾ പറയുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ വയോജന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയാണ് മാറ്റി വയ്ക്കുന്നത്. അടുത്തതായി സമഗ്ര ലാൻഡ് മാനേജ്മെൻറ്റ് നയം രൂപീകരിക്കും. ലാൻഡ് ബാങ്ക് രൂപീകരിക്കും. ഭൂപരിഷ്കരണം 2 എന്ന പേരിൽ പ്രസക്തമായ ഭൂനിയമങ്ങളിൽ കാലാശ്രിതമായ മാറ്റങ്ങൾ വരുത്തും. വളരെ കാലമായി ഉന്നയിച്ച കുറേ പരാതികളാണ്. പട്ടയം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഭൂമി പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും അതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലുള്ള പദ്ധതികളും ഈ വി ഡി സതീശൻ സർക്കാരിൻ്റെ ബജറ്റിൽ പറയുന്നുണ്ട്. വിവേക്, കേരളത്തിലെ സിനിമാ മേഖലയ്ക്ക് പ്രധാനപ്പെട്ട ഒരു വകയിരുത്തൽ നടത്തിയിട്ടുണ്ട് ബജറ്റിൽ. അത് സംബന്ധിച്ച് എന്തൊക്കെയാണ് പ്രഖ്യാപനങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഫിലിം മേഖലയിലെ കൊച്ചിയെ ഫിലിം സിറ്റിയാക്കി മാറ്റാനുള്ള പദ്ധതി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനായിട്ട് കൊച്ചിയിൽ പ്രത്യേകം ഇതിൻ്റെ ഒരു ചർച്ച നടക്കും. പ്രത്യേക ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇതിനു വേണ്ടി പ്രഖ്യാപിക്കുന്നുണ്ട്. സംസ്ഥാന ബജറ്റിൻ്റെ അവലോകനവുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും ബിസിനസ് എഡിറ്ററായ ജെയിംസ് പോൾ ചേരുകയാണ്.
നമസ്കാരം വിദ്യ. ജെയിംസ്, സംസ്ഥാനത്തിന്റെ കടബാധ്യത തന്നെ 5 ലക്ഷം കോടി രൂപ പിന്നിടുന്ന സാഹചര്യത്തിൽ ബജറ്റിൽ പ്രഖ്യാപിച്ച ഇത്തരത്തിലുള്ള വമ്പൻ പദ്ധതികൾക്ക് ആവശ്യമായ ധനസമാഹരണം സംബന്ധിച്ച് എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും. ഇത് എങ്ങനെയായിരിക്കും? ധനസമാഹരണത്തെപ്പറ്റി വ്യക്തമായ ധാരണകളൊന്നും ബഡ്ജറ്റിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എങ്കിലും വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു ബഡ്ജറ്റാണിത്. ഒട്ടേറെ വികസന ക്ഷേമ പദ്ധതികൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളം ഇതുവരെ നേടിയിരുന്ന ധനസമാഹരണത്തിൻ്റെ ഉപാധിയായ കിഫ്ബിയുടെ രൂപരേഖ പൊളിച്ചെഴുതുമെന്നുള്ളതാണ്. കിഫ്ബിക്ക് പകരം ഏത് തരത്തിൽ ധനസമാഹരണം നടത്തും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സംസാരിക്കുന്നില്ല. എങ്കിലും പുതിയ കേരളം ലക്ഷ്യമിട്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നാണ് ധനമന്ത്രി കൂടിയായ പ്രധാനമന്ത്രി ബഡ്ജറ്റ് അവതരണ വേളയിൽ പ്രഖ്യാപിച്ചത്. UDFിൻ്റെ കന്നി ബഡ്ജറ്റ് കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും 25 ലക്ഷം രൂപ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ്. വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമായ പരിഷ്കരണം ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നു. അതോടൊപ്പം തന്നെ സമുദ്ര മേഖലയ്ക്ക് 400 കോടി രൂപയാണ് വിലയിരുത്തിയിരിക്കുന്നത്. സമുദ്ര മേഖലയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ തുക വകയിരുത്തിയിരിക്കുന്നത്. സമുദ്ര മേഖലയിലെ വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കും. കേരളത്തിൻ്റെ 600 കിലോമീറ്ററോളം വരുന്ന തീരദേശം 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ സമന്വയിപ്പിച്ച് വികസനത്തിന് വേണ്ടിയുള്ള സമഗ്രമായൊരു പദ്ധതി രൂപീകരിക്കും എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി ഉയർത്തുന്നതിൻ്റെ ആദ്യ പടിയായിട്ടുള്ള നടപടിയാണ് ഇത്. കപ്പൽ നിർമ്മാണത്തിന് കൊച്ചിയിലുള്ള കപ്പൽ നിർമ്മാണശാല കൂടാതെ കപ്പൽ നിർമ്മാണത്തിന് മറ്റൊരു കപ്പൽ നിർമ്മാണശാലയും കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് പ്രത്യേക കപ്പൽ നിർമ്മാണ കേന്ദ്രവും നിലവിൽ വരും എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു മാരിടൈം നയം വരുന്നുണ്ട്. സംസ്ഥാനത്തെ 4 പ്രധാന തുറമുഖങ്ങളുടെ വികസനത്തിനായി സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഈ മാരിടൈം വ്യവസായിക രംഗത്തെ മുന്നേറ്റങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേക പോളിസി രൂപീകരിക്കും എന്നാണ് VD സതീശൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ ദക്ഷിണ കേരള ഇക്കണോമിക് സോൺ മാരിടൈം മേഖലയ്ക്ക് വേണ്ടിയിട്ട് രൂപീകരിക്കും. അതുപോലെ ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ പാതയ്ക്ക് പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് മാരിടൈം മേഖലയിൽ വരുത്തുന്ന പ്രധാന മാറ്റങ്ങൾ. അതുപോലെ ഒരു സാമ്പത്തിക ഇടനാഴിക്കായി 100 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കൊച്ചി എയർപോർട്ടിനോടനുബന്ധിച്ച് അന്താരാഷ്ട്ര കൺവെൻഷൻ സെൻറ്റർ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനമുണ്ട്. വിദ്യ, ഈ തരത്തിൽ വികസന പ്രക്രിയകളുടെ ഒരു നീണ്ട ലിസ്റ്റാണ് VD സതീശൻ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശമ്പള പരിഷ്കരണം വരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ വാർഷിക ചെലവ് എത്രത്തോളം ഈ ഒരു ബജറ്റിലൂടെ വർദ്ധിക്കും? അത് ധനക്കമ്മിയെ എങ്ങനെയൊക്കെ ബാധിക്കും? തീർച്ചയായും ഇത് ധനക്കമ്മിയെ ബാധിക്കുന്നത് തന്നെയാണ്. വാർഷിക ചിലവ് ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്ഷേമ പദ്ധതികൾക്ക് പണം കണ്ടെത്തുന്നതിനുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും എന്നാണ് കരുതുന്നത്. വിദ്യാഭ്യാസ മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്ക് 2074 കോടി രൂപയുടെ പദ്ധതികളാണ് ബഡ്ജറ്റിൽ വിഭാവനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പൊളിച്ചെഴുതുമെന്നാണ് ബഡ്ജറ്റ് പറയുന്നത്. വിനോദസഞ്ചാര മേഖലയ്ക്ക് 325 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക മേഖലയ്ക്ക് നൽകിയിരിക്കുന്ന പരിഗണനയാണ് റബ്ബറിൻ്റെ താങ്ങുവില ഉയർത്തിയിട്ടുണ്ട്. റബ്ബറിൻ്റെ താങ്ങുവില 200 രൂപയിൽ നിന്നും 250 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നൽകുന്ന ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്ന മറ്റൊരു മേഖലയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1032 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്ന മറ്റൊരു മേഖല ഗതാഗതമാണ്. ഗതാഗത മേഖലയ്ക്ക് 1557 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും വിഭാവനം ചെയ്യുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 979 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ചെലവുകളുടെ വലിയ പട്ടിക നിരത്തുമ്പോഴും ഇതിനാവശ്യമായ ധനം എങ്ങനെ സമാഹരിക്കുമെന്നുള്ള കാര്യം ബഡ്ജറ്റിൽ പറയുന്നില്ല. കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാത്രം 1500 കോടി രൂപയുടെ പദ്ധതികളാണ് ബഡ്ജറ്റിൽ ഉള്ളത്. വിദ്യ.
അതെ, സർക്കാർ തന്നെ പറയുന്നു കേന്ദ്ര വിഹിതം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സർക്കാർ തന്നെ പറയുമ്പോൾ പുതിയ ക്ഷേമ വികസന പദ്ധതികൾക്ക് പണം കണ്ടെത്താനുള്ള ഒരു വലിയൊരു ചോദ്യമാണ് സർക്കാരിന് മുന്നിലുള്ളത്. ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇത് സംബന്ധിച്ച് കിഫ്ബി പൊളിച്ചെഴുതുമെന്ന് പറയുമ്പോഴും കിഫ്ബിക്ക് വേണ്ടിയിട്ട് കൃത്യമായി എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. കിഫ്ബിയുടെ ഒരു സമിതിയെ നിയോഗിച്ച് കിഫ്ബിയുടെ ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രഷറി വകുപ്പിന് 20 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇലക്ട്രോണിക് വാഹനങ്ങളുടെ റോഡ് നികുതിയിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ പ്രൈവറ്റ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ് വരുത്തിയിട്ടുണ്ട്. പൂന്തുറയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ബഡ്ജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കിഫ്ബിക്ക് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ നിയമിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ അറിവായിട്ടില്ല. അതിൻ്റെ വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും വിവേക് കീർത്തി ചേരുകയാണ്. വിവേക്, മറ്റെന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ്, പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്? വിദ്യ 2026 ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിലെ തെറ്റായ കണക്കുകളെ തുടർന്ന് ഈ സർക്കാർ പുതുക്കിയൊരു ബജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. ഈ സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷിച്ച വരുമാനത്തിൽ 20,500 കോടി രൂപയുടെ കുറവാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ഈ സർക്കാരിന് മേലുള്ള ബാധ്യതയും കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയുടെ ഉൾപ്പെടെ 87,012 കോടി രൂപയാണ് ഇതിലുണ്ടായിരിക്കുന്നത്. ഈ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ പരിഷ്കരണം, ലീവ് സറണ്ടർ, ആനുകൂല്യം പുനഃസ്ഥാപിക്കൽ നടപ്പിലാക്കി ഇതിലും കൂടുതൽ ബാധ്യതയാണ് ഈ സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിലൊക്കെയാണ് ഈ ബജറ്റ് വരികയും ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ സർക്കാർ പദ്ധതി ചെലവുകളെ യാഥാർത്ഥ കണക്കുകൾ മറച്ചുവെക്കുമ്പോൾ ഈ കിഫ്ബിയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ കൂടി ഉൾപ്പെടുത്തിയത് കബളിപ്പിക്കുക എന്നൊന്നും ഈ ബജറ്റിൽ ഹൈലൈറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഈ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. ധവളപത്രത്തിലെ ഈ കണ്ടെത്തലുകളെ തുടർന്ന് പശ്ചിമേഷ്യയിലെ സംഘർഷമുണ്ടാക്കിയ സാമ്പത്തിക ആഘാതത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഈ ബജറ്റ് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഈ പ്രതിസന്ധികൾക്കിടയിലും ജനങ്ങൾക്ക് മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കാതെയാണ് നിലവിലെ നികുതി സംവിധാനം കാര്യക്ഷമമാക്കാനുള്ള നടപടികളും സർക്കാർ ലക്ഷ്യമിടുന്നത്. ധനപ്രതിസന്ധിക്കിടയിലും ഈ ഇന്ദിരാഗാന്ധിയിലെ പ്രഖ്യാപനങ്ങളെല്ലാം നടപ്പിലാക്കാനും ഈ പദ്ധതിയിൽ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. ഈ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ളവർക്ക് സ്കീം വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ പദ്ധതിയിൽ. അതായത് ഡീമോഗ്രാഫിക് ഡിവിഡൻ്റായ യുവാക്കളുടെ എണ്ണം കുറയുകയും വയോജനങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്യുന്ന ഈ പ്രത്യേക സാഹചര്യത്തിലൂടെ സംസ്ഥാനം കടന്നു പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ യുവജനങ്ങൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനും വയോജനങ്ങൾക്ക് കൈത്താങ്ങാകാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ ബജറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള ഒരു ബജറ്റാണ് ഇപ്പോൾ വി.ഡി. സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക, ഗവേഷണ, ആരോഗ്യ മേഖലകൾക്ക് പുതിയ കരുത്തേകുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. കൊച്ചിയിൽ 100 കോടി രൂപ ചെലവിൽ ഫിലിം സിറ്റി, കോഴിക്കോട് MT വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക്, തൃശൂരിൽ ജോൺസൺ മാസ്റ്റർ മ്യൂസിക് അക്കാദമി, 60 കോടി രൂപയുടെ റിസർച്ച് പാർക്ക്, 100 കോടി രൂപയുടെ കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി എന്നിവയാണ് ബജറ്റിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക ക്ഷേമത്തിനുള്ള പ്രഖ്യാപനങ്ങൾ. വയോജനക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നതിനും കെയർ ഗിവർ പദ്ധതി നടപ്പിലാക്കുന്നതിനുമുള്ള പ്രഖ്യാപനങ്ങളും ശ്രദ്ധേയമായി. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനും അറിവ് അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ് എന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് എന്ന പ്രഖ്യാപനത്തോടെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശ ജനതയ്ക്കും കൈത്താങ്ങായി കേരള ബജറ്റ്. മാത്രമല്ല, മത്സ്യബന്ധന ബോട്ടുകൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി ലിറ്ററിന് 75 രൂപയായി ഉയർത്തിയതോടൊപ്പം പട്ടയമില്ലാതെ തീരദേശവാസികൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കുന്ന പദ്ധതിയും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുന്നതും മുതലപ്പുഴയിലെ ദീർഘകാല സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക തുക വകയിരുത്തുന്നതുമാണ് ബജറ്റിലെ മറ്റു പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ. തീരദേശ വികസനത്തിനും മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സുരക്ഷയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ് എന്ന വിലയിരുത്തലാണ് ഉയരുന്നത്. സംസ്ഥാനത്തെ വനിതാ ശാക്തീകരണത്തിനും സമ്പൂർണ്ണ സ്വയം പര്യാപ്തതയ്ക്കും പുതിയ കരുത്തേകുന്ന പ്രഖ്യാപനങ്ങളാണ് ഇന്ന് ബജറ്റിലുണ്ടായിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സ്മരണാർത്ഥം നടപ്പിലാക്കുന്ന പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. സ്ത്രീകളുടെ സാമൂഹിക, സാമ്പത്തിക, തൊഴിൽ മേഖലയിലെ മുന്നേറ്റം ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ക്ഷേമ വികസന പദ്ധതികളിലൊന്നായാണ് ഇതിനെ വിലയിരുത്തുന്നത്. സ്ത്രീകൾക്ക് തൊഴിൽ സംരംഭകത്വം, നൈപുണ്യ വികസനം, സാമ്പത്തിക സുരക്ഷ എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് കൂടുതൽ വരുമാന അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വനിതാ കൂട്ടായ്മകൾക്ക് കൂടുതൽ പിന്തുണ നൽകുന്നതിനും പദ്ധതി സഹായകരമാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളുമായി സൂരജ് എസ് നായർ നമ്മോടൊപ്പം ചേരുകയാണ്. സൂരജ് സർ, ഇപ്പോൾ ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഒരു അവലോകനം എന്ന രീതിയിൽ പറയാനുള്ളത്? മാത്രമല്ല, ഇന്നത്തെ കേരള ബജറ്റ് ഓഹരി വിപണിയെ ഏതെങ്കിലും രീതിയിൽ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റുമോ? വിദ്യ, പൊതുവെ നമ്മൾ ഈ ബഡ്ജറ്റിനെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ ഇതിനെ കാണാറില്ല. നമ്മളൊരു സാമ്പത്തികപരമായിട്ടുള്ള ആംഗിളിൽ മാത്രമേ കാണുന്നുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് നമ്മുടെ ഫ്രെയിം ഓഫ് തിങ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മാൻഡേറ്റിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് മാറ്റി വെച്ച് വേണം നമ്മൾ സംസാരിക്കാൻ എന്നുള്ളത്. ഇതിനകത്ത് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ വൈറ്റ് പേപ്പർ ഇറക്കിയതോടുകൂടി ഞാൻ വിചാരിച്ചു സർക്കാരിൻ്റെ നിലപാടിൽ വലിയൊരു വ്യത്യാസം വരും. അതായത് നമ്മൾ എത്രയോ കൊല്ലമായിട്ട് കേരളം ഫോളോ ചെയ്തിരുന്ന ഒരു കേരള മോഡലിലാണ് വീണ്ടും ബഡ്ജറ്റ് വരുന്നത് എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാര്യം ഞാൻ പ്രതീക്ഷിച്ചത് ഇതിനകത്ത് വലിയൊരു മൈൻഡ് സെറ്റ് ചേഞ്ച് വരും എന്ന് തന്നെയാണ്. കാര്യം നമ്മൾ ആ ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റ് എന്നല്ല ഏത് കേരളത്തിൻ്റെ ബഡ്ജറ്റ് എടുത്തു നോക്കിയാലും കേരളത്തിൻ്റെ ഫിനാൻസിൽ സ്ട്രക്ചറലി ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം എന്താണ് പറയുന്നത്? നമ്മളൊരു കൺസ്യൂമർ ബേസ്ഡ് എക്കണോമി ആണെന്നുള്ളത്. അതായത് നമുക്ക് വലിയൊരു ഇൻഡസ്ട്രിയലൈസേഷൻ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇവിടെ ഇൻഡസ്ട്രീസ് ഉയർന്നു വരുന്നില്ല, വലിയ രീതിയിലുള്ള ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നു. ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മൾ നമ്മുടെ ബഡ്ജറ്റിൻ്റെ നല്ലൊരു എമൗണ്ട് എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ ഇടുന്നു. എഡ്യൂക്കേഷന് വേണ്ടി ഇടുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, സാധാരണ വിദ്യാർത്ഥിയെ നമ്മൾ ഫണ്ട് ചെയ്ത് കിൻഡർ ഗാർട്ടൻ ലെവൽ മുതൽ നമ്മളൊരു ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് വരെ പഠിപ്പിച്ച് അതിനുവേണ്ടി നമ്മുടെ കേരളം ഫണ്ട് അലോക്കേറ്റ് ചെയ്യുകയും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികൾ ആരും ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. നമ്മുടെ ഇവിടുന്ന് ഒരു ഡ്രെയിൻ വരുന്നു, ഇവർ ഇവിടുന്ന് പോയി മറ്റുള്ള സംസ്ഥാനങ്ങളിലോ പുറം രാജ്യങ്ങളിലോ പോയി വർക്ക് ചെയ്യുന്നു. അവരുടെ ഒരു വാല്യൂ എഡീഷൻ തിരിച്ച് എക്കണോമിയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും വൈറ്റ് പേപ്പറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു. അതായത് നമ്മളൊരു കൺസ്യൂമർ ബേസ്ഡ് എക്കണോമിയാണ്, ഒരു വെൽഫെയർ എക്കണോമിയാണ്, നമ്മുടെ ഇവിടെ ഇൻഡസ്ട്രീസ് ഇല്ല, പ്രൊഡക്ഷൻ ഇല്ല, ബ്രെയിൻ ഡ്രെയിൻ ഒക്കെ സംഭവിക്കുന്നു എന്ന് വൈറ്റ് പേപ്പറിൽ പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ഈ വരുന്ന ബഡ്ജറ്റിൽ വലിയ ഒരു ചേഞ്ച് അക്കാര്യത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഞാൻ നെഗറ്റീവായിട്ട് പറയുകയല്ല. ഓഫ് കോഴ്സ് ഇതിനകത്ത് ഒരുപാട് വെൽഫെയർ സ്കീംസ് ഉണ്ട്, ചിലത് വെട്ടിക്കുറച്ചിട്ടുണ്ട്. എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറവ് വന്നിട്ടുണ്ട്, ഈ പറയുന്ന പോലെ ക്യാപെക്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. ഇതിൻ്റെ ഫിഗേഴ്സ് അങ്ങനെ തന്നെ നിൽക്കുമ്പോഴും ആ ബഡ്ജറ്റിൻ്റെ ടോൺ ആൻഡ് ടെന്യൂറിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ച് ഒരു അപ്രോച്ചിന് വന്നിട്ടില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു. കാര്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇവിടെ നമ്മൾ ഇതുവരെ നടത്തിയിരുന്ന ആ ബഡ്ജറ്റിൻ്റെ രീതിയിൽ നിന്ന് മാറി കുറച്ചുകൂടി ഒരു ഷിഫ്റ്റ് വരുമെന്ന് പ്രതീക്ഷിച്ചു. ആ ഷിഫ്റ്റിന് വേണ്ടി നല്ലൊരു തുടക്കത്തിന് ഈ ഗവൺമെൻറ്റിന് എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ട് പോലും അത് ഉപയോഗിച്ചില്ല എന്നുള്ളത് എനിക്കൊരു കൺസേൺ ആയിട്ട് പറയുന്നു. ഇതെന്ന് പറയുന്നത് ബഡ്ജറ്റിൻ്റെ നമ്പേഴ്സിനോ അല്ലെങ്കിൽ സ്കീംസിനെയോ തൊടുന്ന ഒരു കാര്യമില്ല. എനിക്ക് ആ കാര്യത്തിലൊന്നും ഒരു എതിർപ്പില്ല. കാര്യം ഓരോ ഗവൺമെൻറ് അവരുടേതായ മാൻഡേറ്റ് ഉണ്ട്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും നാൾ നമ്മൾ ഫോളോ ചെയ്ത കേരള മോഡലിൽ നിന്നും മാറി വ്യത്യസ്തമായിട്ട് വേറൊരു രീതിയിൽ സ്റ്റേറ്റിനെ മാനേജ് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് ടോക്സും അങ്ങനെ ട്യൂൺഡ് ആയിരിക്കും എന്ന പ്രതീക്ഷ സ്ഥലത്ത് എനിക്ക് അതിലൊരു ആശ്വാസം നൽകിയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇതൊരു ബഡ്ജറ്റാണ്, മറ്റുള്ള ബഡ്ജറ്റുകളെ പോലെയാണോ? മറ്റുള്ള ബഡ്ജറ്റുകളെ പോലെയാണ്. ടിങ്കറിംഗ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ടിങ്കറിംഗ് ഓഫ് സ്കീംസ് ആൻഡ് വെൽഫെയർ മാത്രമേ ഇതിനകത്ത് നടന്നിട്ടുള്ളൂ എന്നുള്ളത് ആദ്യത്തെ ഒരു പോയിന്റായിട്ട് പറയുന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾക്ക് കുറവുണ്ട്. അതായത് നമുക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പവർ സർപ്ലസിൻ്റെ കാര്യത്തിൽ, അതുകൂടാതെ വാട്ടർ അവൈലബിലിറ്റിയുടെ കാര്യത്തിലും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരുന്നു കേരളത്തെ സംബന്ധിച്ച് ഒരു പ്രൊഡക്ഷൻ ബേസ്ഡ് മാനുഫാക്ചറിങ് ബേസ്ഡ് എക്കണോമിയായിട്ട് വളർത്താനുള്ള ലിമിറ്റേഷൻസ് നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കൂടുതലും സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം IT-യുടെ കാര്യത്തിൽ കേരളം വളരെ മുന്നോട്ട് പോയി. നമുക്കറിയാം ട്രിവാൻഡ്രം ടെക്നോ പാർക്കും കൊച്ചിൻ ഇൻഫോ പാർക്കും ഒക്കെ അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്, സക്സസ് മോഡൽസാണ്. ബട്ട് ഈവൻ ദെൻ ഈ IT-യുടെ തന്നെ സ്ട്രക്ചർ ഭയങ്കര രീതിയിലേക്ക് മാറിയിരിക്കുന്നു. പഴയ പോലെ ഒരു ഓൺസൈറ്റ് ഓഫ് ഷോർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് SaaS മോഡലിൽ നിന്ന് മാറി ഇപ്പം നമ്മൾ കൂടുതലും നമ്മൾ ലോകത്ത് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എക്കണോമികളുടെ, എസ്പെഷ്യലി US എക്കണോമി ആണെങ്കിലും ശരി, സൗത്ത് കൊറിയൻ എക്കണോമി ആണെങ്കിലും ശരി, തായ്വാൻ എക്കണോമി ആണെങ്കിലും ശരി, ഇവരുടെ കൂടുതലും ഗ്ലോബൽ ക്യാപെക്സ് ഡ്രൈവ് ചെയ്യുന്നത് കംപ്ലീറ്റ് ന്യൂ ജനറേഷൻ ടെക്നോളജിയാണ്. അതായത് സെമി കണ്ടക്ടർ, ചിപ്പ്, പ്രോസസ്സർ, മെമ്മറി, ഡേറ്റാ സെന്റർ എന്നീ കാര്യങ്ങളാണ്. പക്ഷേ കേരളത്തിനൊരു സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രോബ്ലം വെച്ചാൽ ഈ ഇൻഡസ്ട്രീസ് ഒക്കെ വലുതാവാൻ വേണ്ടിയിട്ടുള്ള റോ
മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? നമുക്ക് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ചിപ്പ് മാനുഫാക്ചറിങ് ഫൗണ്ടറിക്കോ അല്ലെങ്കിൽ ഡേറ്റാ സെന്ററിനോ നമുക്ക് വേണ്ടത് എന്താ? ലാൻഡ് വേണം. അത് മാത്രമല്ല നമുക്കൊരു സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷന് വേണ്ടി വെള്ളം വേണം. അത് മാത്രമല്ല ഡേറ്റാ സെന്ററിന് നല്ല രീതിയിൽ പവർ വേണം. പവർ സർപ്ലസ് നല്ല രീതിയിൽ കിട്ടണം എന്നുള്ള ഈ 3 സാധനങ്ങളും കേരളത്തിന് സ്കേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഈ ന്യൂ ഏജ് ടെക്നോളജിയിലേക്ക് കാൽവയ്പ് വെച്ച് മുന്നോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം നമുക്ക് സോഫ്റ്റ്വെയറിൽ നിന്ന് വലിയ രീതിയിൽ സ്കെയിലിംഗ് AI-ലോട്ടോ ഡേറ്റാ സെന്ററിലോട്ടോ നമുക്ക് നടക്കാൻ സാധ്യതയില്ല. എന്നാൽ ടെക്നോളജി എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയറും IT റിലേറ്റഡുമായിട്ട് മാത്രം നിൽക്കാതെ നമ്മൾ തന്നെ മൈഫിൻ്റെ പല പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനിലും നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് സ്പേസ് ടെക്നോളജിയുടെ കാര്യത്തിൽ കേരളത്തിന് വലിയ രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്കറിയാലോ VSSC ISRO പോലെയുള്ള ഓർഗനൈസേഷൻ തിരുവനന്തപുരത്തുണ്ട്. നമുക്കറിയാം ഒരുപാട് ടാലന്റ് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അട്രാക്ട് ചെയ്ത ഒരു നഗരമാണ് തിരുവനന്തപുരം. ആ ISROൻ്റെയും VSSCയും കാരണം. അതുമാത്രമല്ല നമ്മുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് VSSC ഇതര ISRO സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും ആ ടാലന്റ് ട്രിവാൻഡ്രത്തുണ്ട്. അതുമാത്രമല്ല പല റിട്ടയർഡ് എംപ്ലോയീസും VSSCയിൽ ISROയിലും ഉണ്ട്. ട്രിവാൻഡ്രത്ത് സെറ്റിൽ ചെയ്തവരും ഉള്ളപ്പോൾ നമുക്ക് അവിടെ ഒരു സ്പേസ് ടെക്നോളജിക്കുള്ള ടാലന്റ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ. അവിടെ സ്പേസ് ടെക്നോളജി വലിയ രീതിയിൽ ഉയർന്നു വരണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഈ ടെക്നോളജി സെന്റേഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ബാംഗ്ലൂരിന് ഇത് വലിയ രീതിയിൽ പോവാതെ അല്ലെങ്കിൽ ചെന്നൈക്കോ ഹൈദരാബാദിലോ പോവാതെ നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ കേരളത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം എന്നുള്ള. ബട്ട് ഇവിടെ ഈ ഗവൺമെന്റിന് വെൽക്കം ആയിട്ടുള്ള ഒരു മൂവ്, ഒരു 5 കോടി അതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്തെങ്കിലും ഒരു സ്പേസ് ടെക്നോളജി പാർക്കിന് വേണ്ടിയിട്ട് ഇത് മതിയാവുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. രണ്ടാമത് അത് മാത്രമല്ല നമുക്ക് ഈ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് സ്പേസ് കമ്പനികൾ കൂടുതലും ബാംഗ്ലൂരിലാണ് വന്നത്. അങ്ങനെയുള്ള കമ്പനികളെ ഈ കേരളത്തിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 5 കോടി മതിയാവുമോ എന്നുള്ളത് ഒരു കാര്യം. സ്പേസ് ടെക്നോളജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കിന് ഈ 5 കോടി മതിയാവോ എന്നുള്ളത് നമ്മൾ നോക്കുന്നു. പിന്നെ അത് മാത്രമല്ല ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് ടാക്സിൻ്റെ കാര്യത്തിൽ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് കൊടുക്കുന്നു, അതും അതിനകത്ത് കാണാനില്ല. ബട്ട് ഈവൻ ദെൻ 5 കോടി ഈസ് എ ഗുഡ് സ്റ്റാർട്ട്. അതായത് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ള രീതിയിൽ നമുക്ക് ആശ്വസിക്കാം എന്നല്ലാതെ ഞാൻ പ്രതീക്ഷിച്ചത് ആ ഭാഗത്തേക്ക് കൂടുതൽ അലൊക്കേഷൻ വരും എന്നാണ്. അത് വന്നിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ബഡ്ജറ്റിൻ്റെ ആ ഒരു എന്താ പറയുക ആ നോവൽറ്റി അതിനകത്ത് നശിക്കുന്നത് എന്നുള്ളത്. അതായത് ഞാൻ വിചാരിച്ചത് ഈ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് വലിയൊരു സെക്ടറൽ മൈൻഡ് ചേഞ്ച് പാരഡൈം ഷിഫ്റ്റ് ബഡ്ജറ്റിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് അവിടെ വന്നില്ല. അപ്പോൾ ബഡ്ജറ്റ് ഒട്ടുമുക്കാലും നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും ഓരോ ഗവൺമെന്റ് സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് അവരുടെ കടമയാണെന്നുള്ളതും അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ പറയുന്നു. ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ടിങ്കറിംഗ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ടിങ്കറിംഗ് ഓഫ് വെൽഫെയർ സ്കീംസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് കേരളം വീണ്ടും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ള ഉത്തമ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് തന്നെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് വരുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് വരിക എന്ന് പറഞ്ഞാൽ സന്തോഷകരമായിട്ടുള്ള കാര്യം. എനിക്ക് ഞാനൊരു തിരുവനന്തപുരംകാരനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കിട്ടുക എന്ന് പറയുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യം. ബട്ട് 2 മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തിന് കൊണ്ടുവരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, എയിംസിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ തെക്കോട്ട് എയിംസ് വരാൻ സാധ്യതയില്ല. തെക്കോട്ട് പകരം മലബാറിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രീ റെക്വസിറ്റ് ആയിട്ടാണ് ഇത് എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓഫ് കോഴ്സ് ഹെൽത്ത് മിനിസ്റ്ററിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഒരു ബെനിഫിറ്റ് കൊടുത്തു എന്നുള്ള ഒന്നാമത്തെ കാര്യം. ബട്ട് അതിന്റെ പുറകിൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമുണ്ട്. അതായത് വടക്കൻ മേഖലകളിലേക്ക് എയിംസ് കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ള അതിന് വേണ്ടിയിട്ടൊരു ബേസ് അവർ ബിൽഡ് ചെയ്തതാണോ എന്നുള്ളതാണ് സംശയം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കലി പറയേണ്ട കാര്യങ്ങളാണ്, നമ്മൾ അത് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ ഇത് പറഞ്ഞത് ഒരു പാരഡൈം ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ബഡ്ജറ്റിന്റെ അവതരണത്തിലും കാഴ്ചപ്പാടുകളിലും വരുമോ എന്നുള്ളത് അത് അതിനകത്ത് നടന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടി. രണ്ടാമത് ഞാൻ പറഞ്ഞു നമ്മൾ ഒരിക്കലും ഒരു ബഡ്ജറ്റിനെ കാണുമ്പോൾ അത് ഒരിക്കലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിഗേഴ്സ് ആയിട്ട് മാത്രം നമ്മൾ കാണരുത്. ഫിഗേഴ്സ് മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരു എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോകാക്കൂല. നമുക്കറിയാലോ നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ ഗവേണൻസും ഡിജിറ്റൽ പേയ്മെൻറ്റും വരുന്ന സമയത്ത് നമുക്ക് ആൾക്കാർ ഇത് ഉപയോഗിച്ചാൽ മാത്രമേ ഈ ഡിജിറ്റൽ അസറ്റ് കൊണ്ട് ഗുണമുള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാനുള്ള അവയർനെസ്സും അവരിലുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ചും ഉണ്ടാക്കുക എന്നുള്ളതും ഗവൺമെൻറ് ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ നിന്ന് മാറി ഒരു മാനുഫാക്ചറിങ് ഓറിയന്റഡ് ഒരു പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സും മാറ്റിയെടുക്കേണ്ട ചുമതല, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൾച്ചർ അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സിനെ മാറ്റിയെടുക്കേണ്ട ചുമതലയും നമ്മുടെ കേരള ഗവൺമെന്റ് ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള എൻഡേവേഴ്സ് ഈ ബഡ്ജറ്റിൽ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ള, അതൊരു കുറവായിട്ടല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഇതുവരെ നടത്തിയതുപോലെ ഒരു സംസ്ഥാനത്തിനെ വീണ്ടും നടത്തണമെന്നുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റ് വളരെ നന്നായിട്ട് തന്നെ കാണാം. പക്ഷേ അതിൽ നിന്നും ഒരു ഷിഫ്റ്റ് മാറി നമ്മുടെ കേരളത്തിനെ ഒരു വലിയ രീതിയിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഒരു 15 കൊല്ലത്തെ റോഡ് മാപ്പ് വെച്ചിട്ട് വലിയ രീതിയിൽ വികസിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു സമയമായിരുന്നു ഈ ഗവൺമെന്റിന്റെ ഫസ്റ്റ് ബഡ്ജറ്റ്. ഇതിൽ വലിയൊരു പാരഡൈം ചേഞ്ച് തോട്ട് പ്രോസസ്സിലും അതിൻ്റെ ക്യാരക്ടറിലും ടോണിലും ടെന്യൂറിലും കൊണ്ടുവരാമായിരുന്നു. അതിൻ്റെ ആ ഒരു എസെൻസോ തീമോ ഇതിനകത്ത് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ബഡ്ജറ്റ് മോശമാണെന്നോ അല്ലെ ഫിഗേഴ്സ് ശരിയാണോ എന്നോ അല്ല, ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ അത് വന്നില്ല എന്നതുകൂടി ഞാൻ ഒന്ന് ചേർത്ത് വെച്ച് പറയുന്നു എന്ന് മാത്രം. യെസ്, എന്തായാലും സമഗ്രമായ ഒരു വിശകലനമാണ് സൂരജ് നായർ നടത്തിയത്. നന്ദി സർ. താങ്ക് യു വിദ്യ. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും സമഗ്രമായൊരു ബജറ്റായിരുന്നു എന്ന് നമ്മൾ കണ്ടത്. അതിലെ കുറച്ച് പ്രഖ്യാപനങ്ങൾ കൂടി നമുക്ക് നോക്കാം. സംസ്ഥാനത്തെ ആരോഗ്യ സുരക്ഷാ രംഗത്താണ് വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്ന പ്രഖ്യാപനം ഇന്ന് ബജറ്റിൽ ഉണ്ടായിരുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25 ലക്ഷം രൂപ വരെയാണ് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക. UDF സർക്കാരിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്ന ഈ പദ്ധതി ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികളുടെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് ലഭ്യമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളെക്കാൾ വിപുലമായ പരിരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നത്. ചികിത്സാ ചെലവുകൾ മൂലം സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്ന കുടുംബാംഗങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് വയോജന ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു. എന്തായാലും ഇന്ന് നമ്മൾ കണ്ടത് സാമ്പത്തിക വെല്ലുവിളികളും കേന്ദ്ര സഹായത്തിലെ കുറവും തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഒരു വികസനവും ക്ഷേമവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇന്ന് നടന്ന കേരള ബജറ്റ് പ്രതിഫലിപ്പിക്കുന്നത്. മിഷൻ സമുദ്ര, സാമ്പത്തിക ഇടനാഴികൾ, വിമാനത്താവള തുറമുഖ വികസനം, MSME പാർക്കുകൾ, ഗവേഷണ വിദ്യാഭ്യാസ നിക്ഷേപങ്ങൾ എന്നിവയിലൂടെ വളർച്ചയ്ക്ക് അടിത്തറ പാകാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ പ്രിയദർശിനി പദ്ധതി, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ, വയോജന ക്ഷേമ പദ്ധതികൾ എന്നിവയിലൂടെ സാമൂഹിക സുരക്ഷയും ശക്തിപ്പെടുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷയുണർത്തുന്നതാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഇവ എത്രത്തോളം കാര്യക്ഷമമായി നടപ്പിലാക്കാനാകുന്നതാണ് ഈ ബജറ്റിലെ വിജയത്തെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം. കേരളത്തിന്റെ ഭാവി വികസന ദിശയും ക്ഷേമ രാഷ്ട്രീയത്തിന്റെ പുതിയ രൂപവും നിർവചിക്കുന്ന ബജറ്റായാണ് 2026 UDF ബജറ്റിനെ വിലയിരുത്തുന്നത്. എന്തായാലും ഡീകോഡിംഗ് ബജറ്റ് എന്ന ഈ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഇനി 12:30 സ്പെഷ്യൽ വാർത്തയുമായി കാണാം. Decoding Budget, co-sponsored by Petra, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.